ഈ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചെന്നുള്ള പരാതി രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. അതിനെ അസംബന്ധ വിശകലനമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതിന് രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പറഞ്ഞ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് രേഖാമൂലം പരാതി കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ അത്തരത്തിൽ പരാതി കൊടുത്തില്ലെങ്കിൽ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തിൽ അദ്ദേഹം മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഇതിൽ പ്രതികരിക്കുന്നില്ല. അതായത് വിജയിക്കുമായിരുന്ന പല തെരഞ്ഞെടുപ്പുകളും പരാജയപ്പെട്ടതോടെയാണ് താൻ അന്വേഷണം തുടങ്ങിയതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഒരു മണ്ഡലം പഠിക്കാൻ തന്നെ 6 മാസം എടുത്തു. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ ഡിജിറ്റൽ ഡേറ്റ കൈമാറണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അദ്ദേഹം 5 ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതായത് ഡിജിറ്റൽ പതിപ്പുകൾ നൽകാത്തതെന്ത്, വീഡിയോ ദൃശ്യം നൽകാത്തതെന്ത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ ലിസ്റ്റിൽ വ്യാപക ക്രമക്കേട് നടത്തിയത് എന്തിന്, മറുപടി തരാതെ പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിന്, BJPയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നത് എന്തിന് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. ഈ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന ചില ആളുകൾ അവർ കൊടുക്കുന്ന ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അദ്ദേഹം ഒരു ടീമിനെ ഇത് ഏൽപ്പിക്കുന്നു, അവർ അതെല്ലാം പരിശോധിക്കുന്നു. ഇപ്പോൾ ബാംഗ്ലൂരിൽ അതാണല്ലോ, ബാംഗ്ലൂരിൽ അദ്ദേഹം ഒരു ടീമിനെ ഏൽപ്പിക്കുന്നു, അവിടെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ അത് പരിശോധിക്കുന്നു, അങ്ങനെ ഞങ്ങൾ വോട്ടുകൾ കണ്ടെത്തുന്നു എന്നാണ് പറയുന്നത്. ശ്രീ രാഹുൽ ഗാന്ധി ഈ വിഷയങ്ങൾ ജനങ്ങളോട് ഈ തരത്തിൽ തെറ്റിദ്ധാരണാജനകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് ചേർക്കുന്ന പ്രക്രിയ എന്താണ് എന്നറിയുന്ന ആളുകളെ സംബന്ധിച്ച്, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതാത് സംസ്ഥാനങ്ങളിലെ ഭരണ സംവിധാനവുമായി ചേർന്നുകൊണ്ട് അതാത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ അവർ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് വോട്ടുകൾ ചേർക്കപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊരു സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ സുതാര്യത എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തുമുള്ള ഭരണ സംവിധാനത്തിൻ്റെ സുതാര്യതയാണ്. അപ്പോൾ അവിടെ നിന്നാണ് റിപ്പോർട്ടുകൾ കിട്ടുന്നതും അവിടെ നിന്നാണ് ഇതിൻ്റെ ഭരണപരമായിട്ടുള്ള പ്രക്രിയകൾ നടക്കുന്നതും. അപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ഈ കർണാടക സംസ്ഥാനം ആ സമയത്ത് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ ആരാണ് ഭരിക്കുന്നത് എന്നുള്ളത് ആലോചിക്കട്ടെ. കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ തയ്യാറാക്കിയിട്ടുള്ള വോട്ടർ പട്ടികയിൽ ആ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് ഇതിൻ്റെ റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നത്? അവിടുത്തെ BLOമാരാണ്. BLOമാർ ഏത് സംവിധാനത്തിൻ്റെ കീഴിലാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽനോട്ടത്തിൽ ആ പ്രവർത്തനം നടക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരായി പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്ന കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റിൽ നിന്ന് BLOമാരായി നിയമിക്കപ്പെടുന്ന അല്ലെങ്കിൽ BLOമാരുടെ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വോട്ട് ചേർക്കാൻ ഫോം നമ്പർ 6 ആളുകൾ അപേക്ഷ നൽകുന്നു. ഇപ്പോൾ നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലാണെങ്കിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുൻപ് ഈ പ്രോസസ്സ് ആരംഭിക്കുന്നു. വോട്ട് ചേർക്കാൻ, വോട്ട് ഡിലീറ്റ് ചെയ്യാൻ, വോട്ട് ഇരട്ടിപ്പുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ, ഈ തരത്തിൽ അപേക്ഷകൾ സ്വീകരിക്കുകയും അങ്ങനെയുള്ളവ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് അത് സുതാര്യമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ഒരു വീട്ടിലെ അഡ്രസ്സിൽ 80 പേരുണ്ട് എന്നാണ്. അതിൽ കൂടുതലുള്ള വോട്ടർമാരുള്ള വീടുകളുണ്ടാകും, അതിൽ കുറഞ്ഞ വോട്ടർമാരുള്ള വീടുകളുണ്ടാകും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്ന സമയത്തോ അതിനു മുൻപോ അതല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്ന സമയത്തോ നമ്മുടെ രാജ്യത്ത് നിരവധി ആളുകൾ, ഇപ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട്. അവർക്ക് ഇവിടെ അവരുടെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി അവർക്ക് ഇവിടെ വോട്ട് ചേർക്കാനുള്ള സംവിധാനമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം എവിടെയാണ്? അത് രാഹുൽ ഗാന്ധി എന്താണ് കാണാതെ പോകുന്നത്? ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ നുഴഞ്ഞു കയറി ബംഗാളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം ലക്ഷക്കണക്കിന് വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന് ആരോപണം നേരിടുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ വോട്ടർ പട്ടികയിലേക്ക് ഐഡൻറ്റിറ്റി കാർഡ് പ്രോപ്പറായി ഇല്ലാതെ, ആധാർ കാർഡില്ലാതെ, ഇപ്പോൾ ബംഗാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബീഹാറുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണം എന്താണ്? പ്രതിപക്ഷം ഉയർത്തിയ ആരോപണം എന്താണ്? വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ശ്രമിക്കുന്നു. അവർ സുപ്രീം കോടതിയെ സമീപിച്ചല്ലോ, ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു? വോട്ടർ പട്ടികയിൽ അനധികൃതമായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം സുപ്രീം കോടതിയിൽ പോയി ആവശ്യപ്പെട്ടത് രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ വലിയ തരത്തിൽ ആളുകൾ
അനധികൃതമായി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനെ എതിർത്തുകൊണ്ടാണ്. അതിന്റെ കാരണം എന്തായിരുന്നു? അങ്ങനെ ചേർക്കപ്പെട്ടിട്ടില്ല, അവർക്കെല്ലാം കൃത്യമായി വോട്ടുള്ളവരാണ്, അങ്ങനെ വോട്ടർ പട്ടികയിൽ കൃത്യമായി വോട്ടുള്ളവരാണ് ബീഹാറിൽ ഉള്ളത് എന്ന് പറയുന്ന അതേ രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ കള്ളത്തരങ്ങൾ പറയുന്നത്. ഇപ്പൊ അദ്ദേഹം പറയുന്ന കള്ളത്തരമാണോ, അദ്ദേഹം പറയുന്നത് വസ്തുതയുണ്ടോ എന്നൊക്കെയുള്ളത് പരിശോധിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷെ വോട്ട് ചേർക്കുമ്പോൾ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ പറഞ്ഞതിനെയും ഇപ്പൊ രാഹുൽ ഗാന്ധി കർണാടകത്തിൽ ഉന്നയിച്ചതിനെയും ഒരുമിച്ച് ചേർത്താണ് വായിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഒരു സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകൾ കളവായി വോട്ട് ചേർത്തിട്ടുണ്ട്, അതെല്ലാം ഡിലീറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ അവർ രേഖകൾ ഹാജരാക്കണം. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രൊസീജിയറാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി കർണാടകത്തിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു അസംബ്ലി മണ്ഡലത്തിലെ വിഷയത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? വോട്ടുകൾ അവിടെ കൂടുതലുണ്ട്, ഒരു വീട്ടിൽ വോട്ടുകൾ കൂടുതലുണ്ട്, ഇരട്ടിപ്പുള്ള വോട്ടുകളുണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വോട്ടർ പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ മുൻപായി കരട് വോട്ടർ പട്ടികയുടെ ഭാഗമായി വരുന്നതാണ്. ഇപ്പോൾ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ 2 സ്ഥലത്തുള്ള വോട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുള്ള ആളുകൾ, വീട് മാറിപ്പോയിട്ടുള്ള ആളുകൾ, ഇവരുടെ എല്ലാം പ്രത്യേകം ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റെ കോപ്പി കൊടുക്കും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി, കോൺഗ്രസിൻ്റെ പാർട്ടിക്ക് അടക്കമുണ്ട്, BJP ക്കാണെങ്കിലും ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം സൗജന്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ കോപ്പികൾ കൊടുക്കും. അങ്ങനെ കോപ്പികൾ കിട്ടിക്കഴിഞ്ഞാൽ പരിശോധിച്ച് വീണ്ടും ഉൾപ്പെടുത്തേണ്ടതോ വീണ്ടും വെട്ടിമാറ്റപ്പെടേണ്ടതോ ആയിട്ടുള്ള വോട്ടുകൾ അത് കൃത്യമായി ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം അതാത് BLOമാർക്കും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ആളുകൾക്കുമാണ്. അങ്ങനെയുള്ള ആളുകൾ അത് ചെയ്യുന്നു. അത് ചെയ്തതിന് ശേഷവും ഒരു പക്ഷേ വീണ്ടും വോട്ടുകൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് എൻ്റെ ഓർമ്മയിൽ വരുന്ന മറ്റൊരു ഉദാഹരണമാണ്. അപ്പോൾ BJPയുടെ നേതാവായിരുന്ന ശ്രീ K. സുരേന്ദ്രൻ, അദ്ദേഹം മഞ്ചേശ്വരം മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന 89 വോട്ടുകൾക്കാണ് 2016 തെരഞ്ഞെടുപ്പിൽ. 89 വോട്ടുകൾക്ക് പകരം 200-ലധികം കള്ളവോട്ടുകൾ അവിടെ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിവുകൾ സഹിതം ഹൈക്കോടതിയിൽ ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷെ ആ സാക്ഷികളെ കൊണ്ടൊന്നും വിസ്തരിക്കാൻ കഴിയില്ല. കാരണം ആ സാക്ഷികളെ ഇതേ UDFന്റെ നേതാക്കന്മാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, കോടതി പോകരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ പോലും കേരളത്തിൽ കൂടുതൽ വോട്ടുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്, കള്ളവോട്ടുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ സാഹചര്യമുണ്ട്. കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ സാഹചര്യമുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിൽ കിട്ടുന്ന ഫോം 6-ൽ പേര് ചേർക്കാൻ കിട്ടുന്ന പേരുകൾ, അങ്ങനെയുള്ള പേരുകൾ മുഴുവൻ തന്നെ ചേർക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തം. അത് ക്രോസ് ചെക്ക് ചെയ്യും. ക്രോസ് ചെക്ക് ചെയ്യുന്നത് 2 ഘട്ടങ്ങളിലായിട്ടാണ്. ഒന്ന് BLOമാർ ഉപയോഗിച്ചുകൊണ്ട് ക്രോസ് ചെക്ക് ചെയ്യും. 2 വ്യക്തിപരമായി അവരെ ആരാണോ വോട്ട് ചേർക്കാൻ ഫോം 6 കൊടുത്തിട്ടുള്ളത് അവരെ വിളിച്ച് അഭിമുഖം നടത്തുമ്പോൾ രേഖകൾ കൃത്യമല്ലെങ്കിൽ അവരെ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കിയതിന് ശേഷവും പരാതികൾ ഉയർന്നാൽ അതും ഒഴിവാക്കും. അതിനെല്ലാം ശേഷം വന്നിട്ടുള്ള വോട്ടർ പട്ടിക. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് പരാജയം എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയാത്തൊരു മനസ്സുണ്ടല്ലോ. ഇപ്പം ജനങ്ങൾ വോട്ട് ചെയ്തില്ല, അതുകൊണ്ട് കോൺഗ്രസിൻ്റെ MP-മാർ പരാജയപ്പെട്ടു, കോൺഗ്രസിൻ്റെ സംസ്ഥാനങ്ങൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്നൊരു വേവലാതിയും ഭയപ്പാടും ഒരു ദേഷ്യവും അസൂയയും ഒക്കെ ഉണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന ഒരു ധാരണയുടെ പുറത്താണ് ഈ തരത്തിലുള്ള കണക്കുകൾ മെനയുന്നത്. കർണാടകത്തിൽ രാഹുൽ ഗാന്ധി പോയി പരിശോധിക്കട്ടെ, ആരായിരുന്നു BLOമാർ, ആരായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫോം 6 കിട്ടിയ സമയത്ത് ഇതിൻ്റെ പരിശോധന നടത്തിയത്, ആരായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വോട്ടർ പട്ടികയിലെ ഫോം 6-ന് ശേഷമുള്ള അഭിമുഖത്തിന് വിളിച്ചപ്പോൾ ഏത് ഉദ്യോഗസ്ഥന്മാരാണ് ഇത് നടത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തിന് ഒരു വ്യക്തിക്കോ 2 വ്യക്തികളോ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ 3 അംഗങ്ങളുള്ള സമിതിയെ സംബന്ധിച്ച് അവരല്ലല്ലോ ഇത് നേരിട്ട് ചെയ്യുന്നത്. ഇത് അതാത് തലങ്ങളിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. കർണാടകത്തിലെ സർക്കാരിനെ കൊണ്ട് സിദ്ധരാമയ്യയുടെയും DK ശിവകുമാറിന്റെയും സർക്കാരിലെ അവിടെ ഇരിക്കുന്നത്, ഇതേ കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ലേ ഭരിക്കുന്നത്. ആ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ കീഴിലുള്ള BLOമാരെ കൊണ്ട് പരിശോധിപ്പിക്കട്ടെ രാഹുൽ ഗാന്ധി, എങ്ങനെയാണ് ഈ തരത്തിൽ വോട്ടുകൾ വന്നത്, എന്തുകൊണ്ടാണ് ഈ തരത്തിൽ വോട്ടുകൾ വന്നത് എന്നുള്ളത് പരിശോധിക്കട്ടെ. എന്നിട്ട് സർക്കാർ റിപ്പോർട്ട് കൊടുക്കട്ടെ. രാഹുൽ ഗാന്ധി അല്ലല്ലോ ആരോപണം ഉന്നയിക്കേണ്ടത്. രാഹുൽ ഗാന്ധിക്ക് ആരോപണം ഉന്നയിക്കാം, പക്ഷെ അതിന് യാഥാർത്ഥ്യം വേണം, വസ്തുത വേണം, നീതിപൂർവമായിരിക്കണം. അതിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബീഹാറിൽ കേസിന് പോയതുപോലെ തന്നെ ഇതിൽ കേസിന് പോകട്ടെ. അപ്പോൾ മനസ്സിലാകുമല്ലോ ഏത് സംസ്ഥാനത്താണ്, ഏത് സംവിധാനമാണ് ഈ തരത്തിൽ നിലപാടുകളുമായി കള്ളവോട്ടുകൾ ചേർത്തു എന്നുള്ള ആരോപണം. അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ ആര് എവിടെ നിന്ന് വന്നു, ആര് വഴി വന്നു, ആര് ചേർത്തു, ഏത് BLO വഴി അതിന് സഹായം ചെയ്തു കൊടുത്തു, ഏത് ഉദ്യോഗസ്ഥന്മാർ അതിനെ സാധൂകരിച്ചു, ഏത് ജില്ലാ ഭരണകൂടം അതിനെ സാധൂകരിച്ചു, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞു, വോട്ടർ പട്ടിക ഹാർഡ് കോപ്പി ആയിട്ടാണ് കൊടുത്തത്. നമ്മുടെ രാജ്യത്തെ എല്ലാം അങ്ങനെ തന്നെയല്ലേ കൊടുക്കുന്നത്.
വോട്ടർ പട്ടിക ഹാർഡ് കോപ്പി ആയിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് അത് അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വോട്ടർ പട്ടിക എടുത്ത് പരിശോധിക്കുക എന്നുള്ള പ്രോസസ്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അദ്ദേഹം സ്വയം പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ബൂത്തിലെ വോട്ട് പരിശോധന അദ്ദേഹം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അദ്ദേഹം പരിശോധിക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.